ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് എത്തുന്ന BJP MP സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം നൽകുന്നതിലൂടെ കേരളത്തിൽ വേരുറപ്പിക്കുക എന്നതാണ് BJP ലക്ഷ്യമിടുന്നത്. വലിയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് സുരേഷ് ഗോപിക്ക് ദില്ലിയിൽ നിന്നുള്ള വിളി വന്നത്. അതിനുശേഷം മാത്രമാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നും പുറപ്പെട്ടത്. അനിശ്ചിതത്വവും നാടകീയതയും നിറഞ്ഞതായിരുന്നു മോദിയുടെ മൂന്നാം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കുള്ള സുരേഷ് ഗോപിയുടെ യാത്ര. രാവിലെ 6:10 വിമാനത്തിൽ ദില്ലിക്ക് പുറപ്പെടാൻ തീരുമാനിച്ച സുരേഷ് ഗോപി പക്ഷേ അതിൽ പുറപ്പെട്ടില്ല. പിന്നാലെ 8:30 വിമാനത്തിൽ പുറപ്പെടുമെന്ന അഭ്യൂഹം. എന്നാൽ അതിലും പുറപ്പെടാത്തതിന് പിന്നാലെയാണ് ദില്ലിയിൽ നിന്നും സുരേഷ് ഗോപിക്ക് ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമായത്. മൂന്നാം മോദി മന്ത്രിസഭയിൽ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപി ഇല്ലേ എന്നതായിരുന്നു തുടർന്നുള്ള ചർച്ച. എന്നാൽ 11 മണിയോടെ ദില്ലിയിൽ നിന്നുള്ള വിളി വന്നു. ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്നും ഭാര്യ രാധികയ്ക്കൊപ്പം തൊട്ടുപിന്നാലെ വിമാനത്താവളത്തിലേക്ക്. മോദി ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. നിർബന്ധമായും എത്തണമെന്ന് പറഞ്ഞു. ഇതായിരുന്നു വിമാനത്താവളത്തിൽ വെച്ചുള്ള പ്രതികരണം. കാരണം എന്നോട് പറഞ്ഞ ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആളായിരിക്കണം പ്രധാനമന്ത്രിയുടെ തീരുമാനം. ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കണക്റ്റഡ് വിമാനത്തിൽ ബംഗളൂരുവിലേക്ക്, അവിടെ നിന്നും ചാർട്ടേഡ് വിമാനത്തിൽ ദില്ലിയിൽ സത്യപ്രതിജ്ഞയ്ക്ക്. ഏതാകും വകുപ്പെന്നതിൽ ഇനിയും സ്ഥിരീകരണമായിട്ടില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.